KTU 2019 സ്കീം CS S3 ഡാറ്റ സ്ട്രക്ചർ മൊഡ്യൂൾ 2ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രയോറിറ്റി ക്യൂ. അപ്പോൾ നമ്മൾ ക്യൂ എന്താണെന്നുള്ളതും അതിൻ്റെ അൽഗോരിതംസൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രയോറിറ്റി ക്യൂ ആണ്. അതായത് ക്യൂവിലേക്ക് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇൻസേർട്ട് ചെയ്യുന്ന നമ്പേഴ്സിന് ഒരു പ്രയോറിറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പ്രയോറിറ്റി അനുസരിച്ച് നമ്പേഴ്സിന് ഓൾറെഡി എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. സോർട്ടിങ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്യൂവിലേക്ക് നമ്പേഴ്സിന് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതംസ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നോർമൽ ഇൻസേർഷൻ ഓപ്പറേഷനും ഡിലീഷൻ ഓപ്പറേഷനും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ എന്തും കൂടെ വരും, സോർട്ടിങ് ഓപ്പറേഷൻ കൂടെ വരും. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്തിട്ട് വേണം, പ്രയോറിറ്റി അനുസരിച്ച് എലമെൻസിനെ സോർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതിനാണ് എന്ത് പറയുന്നത്, പ്രയോറിറ്റി ക്യൂ. അടുത്ത ടോപ്പിക്കാണ് സ്പാർസ് മെട്രിക്സ്. സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിൽ നോൺ സീറോ എലമെൻറ്റ്സ് സീറോ എലമെൻസിനേക്കാൾ എന്തായിരിക്കണം, കുറവായിരിക്കണം. അതായത് സീറോ ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പാർസ് മെട്രിക്സ്. ഈ സ്പാർസ് മെട്രിക്സ് നമുക്ക് രണ്ട് ടൈപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒന്നാണ് ട്രിപ്പിൾ ഓർ ടപ്പിൾ റെപ്രസെൻറ്റേഷൻ, അതുപോലെ സെക്കൻഡ് വൺ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് പറയാൻ പോകുന്നത് കേട്ടോ. ടപ്പിൾ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ നോക്കി. നമുക്ക് ഓൾറെഡി ഒരു സ്പാർസ് മെട്രിക്സ് തന്നിട്ടുണ്ട്. സീറോസിൻ്റെ എണ്ണല്ലേ കൂടുതൽ, ആകെ 4 നോൺ സീറോ എലമെൻറ്റ്സേ വരുന്നുള്ളൂ. അതാണ് 5, 2, 1, 3. ബാക്കി എല്ലാ എലമെൻറ്റ്സ് എന്താണ്, സീറോയാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ടപ്പിളിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ എഴുതേണ്ടത് ആൻസറാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 5, 4, 4 അല്ല എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് റോയുടെ ഇൻഡെക്സ് ആയിരിക്കും. അതായത് നമുക്ക് നോക്കി, എക്സാമ്പിൾ മെട്രിക്സിലാകെ 5 റോയാണ് ഉള്ളത്, പിന്നെ 4 കോളംസും 4 നോൺ സീറോ എലമെൻറ്റ്സും. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് റോ ഇൻഡെക്സും, രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കോളം ഇൻഡെക്സും, ലാസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. അതാണ് 5, 4, 4. ഓക്കെ, ഇനി നമുക്ക് ആ മെട്രിക്സിലുള്ള എലമെൻസുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ മെട്രിക്സിൽ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ പൊസിഷൻ നോക്കി, 0, 0 എന്ന് പറയുന്ന പൊസിഷനല്ലേ 5. അത് നമ്മൾ അതുപോലെ തന്നെ ആൻസർ മെട്രിക്സിലേക്ക് എടുത്ത് എഴുതാം. 0, 0ൽ 5. അടുത്ത നോൺ സീറോ എലമെൻറ്റ് 2 അല്ലേ, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, 0th റോയിൽ 3rd കോളം, അതായത് 0, 3ലാണ് 2 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ അത് അടുത്ത റോയിലേക്ക് ആൻസറിൽ എടുത്ത് എഴുതാം. 0, 3ൽ 2. അടുത്ത നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 അല്ലേ, ഫസ്റ്റ് മെട്രിക്സിൽ. അതിൻ്റെ പൊസിഷനോ 1, 3 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഒന്നുള്ളത്. അപ്പോൾ 1, 3ൽ 1 എഴുതി. അടുത്ത നോൺ സീറോ എലമെൻറ്റ് 3 ആണ്. അതിൻ്റെ പൊസിഷൻ 3, 1, അതായത് 3rd റോയിൽ ഫസ്റ്റ് കോളത്തിലാണ് 3 ഉള്ളത്. അപ്പോൾ 3, 1, 3. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടപ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സ്പാർസ് മെട്രിക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് കേസ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഓരോ ലിസ്റ്റിലും എഴുതേണ്ടത് 3 ഫീൽഡാണുള്ളത്. ഫസ്റ്റത്തെ ആൾ റോ, രണ്ടാമത്തെ ആൾ കോളം, മൂന്നാമത്തെ ആൾ എലമെൻറ്റ്. അപ്പോൾ ഇത് 0, 2ലുള്ള എലമെൻ്റാണ് 3, അത് നമ്മൾ എഴുതി. അതിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ട് 0, 4ലുള്ള എലമെൻറ്റ് 4, അതിനെഴുതി. നെക്സ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എവിടെയാണ്, 1, 2ലല്ലേ. അപ്പോൾ 1, 2, 5. നെക്സ്റ്റ് 1, 3, 7. ദെൻ 3, 1ൽ 2, 3, 2ൽ 6. അങ്ങനെ ഓരോ നോൺ സീറോ എലമെൻറ്റ്സ് നമ്മൾ ലിങ്ക് ചെയ്ത് എഴുതാം. ഇതിനാണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അൽഗോരിതമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അതിൽ റോയുടെ ഇൻഡെക്സും കോളത്തിൻ്റെ ഇൻഡെക്സും ഒക്കെ നമ്മൾ എമ്മും എന്നും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ S(0,0) M, S(0,1) എന്ന് പറയുന്നത് N, അതായത് റോ ഇൻഡെക്സ് കോളം ഇൻഡെക്സ് കൊടുത്തു. പിന്നെ കേഡ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ 1 സെറ്റ് ചെയ്തു. ഇനി 2 ലൂപ്പാണ് എടുക്കുന്നത്. ഫോർ ഐ ലൂപ്പും ഒരു ഫോർ ജെ ലൂപ്പ് എടുത്തു, അതായത് റോയ്ക്കും കോളത്തിനും വേണ്ടിയിട്ട്. ദെൻ നോക്കി, ഇഫ് AI of ഇൻറ്റു ജെ നോട്ട് ഈക്വൽ ടു 0, അതായത് നമ്മുടെ നോൺ സീറോ എലമെൻറ്റ് വരുന്ന കണ്ടീഷനാണ് പറയുന്നത്, നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് റോയിലേക്കും സെക്കൻഡ് എലമെൻറ്റിൽ കോളത്തിൻ്റെ വാല്യൂ S(k2) എന്ന് പറയുന്നത് ആ 3rd പൊസിഷനാണ്. അതിലേക്ക് എന്തുണ്ടാവും, ആ നോൺ സീറോ വാല്യൂ എന്ത് ചെയ്യും, സേവ് ചെയ്യും. ദെൻ K++, ഇങ്ങനൊരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ആ സ്പാർസ് മെട്രിക്സിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് സേവ് ചെയ്യും. അടുത്ത ടോപ്പിക്കാണ് സ്പാർസ് മെട്രിക്സുകളുടെ അഡീഷൻ. അതായത് 2 മെട്രിക്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നോർമൽ മെട്രിക്സ് അഡീഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പാർസ് മെട്രിക്സിലും അങ്ങനെ തന്നെയാണ്, പക്ഷെ നമ്മൾ ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 സ്പാർസ് മെട്രിക്സ് ആണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് എത്ര കോളം അല്ലെങ്കിൽ എത്ര റോ അല്ലെങ്കിൽ എത്ര നോൺ സീറോ എലമെൻറ്റ്സ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ അല്ലേ, അവർ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ്, ലാസ്റ്റ് കോളത്തിൽ വരുന്ന ആൾക്കാരല്ല എലമെൻറ്റ്സ്. ആദ്യത്തെ 2 കോളത്തിലുള്ള എന്താണ്, റോയുടെയും കോളത്തിൻ്റെയും വാല്യൂസ്, അവർ തമ്മിലും ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0, 2 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന എലമെൻ്റാണ് 1 ഫ്രം ഫസ്റ്റ് മെട്രിക്സ്.
അത് സെയിം തന്നെ സെക്കൻഡ് മെട്രിക്സിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 0-2 എലമെൻറ്റ് 1ഉം സെക്കൻഡ് മെട്രിക്സിൽ 0-2 വരുന്ന എലമെൻറ്റ് ഏതാണ്? 2 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ 1 + 2 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അതാണ് ആൻസറിൽ 0-2 3 എന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻറ്റ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് മെട്രിക്സിലെ അടുത്ത എലമെൻറ്റ് ഏതാ നോക്കി. 0-4 എന്ന് പറയുന്ന പൊസിഷനിൽ ആരിയിരിക്കുന്നുണ്ട്? 3 ഉണ്ട്. സെക്കൻഡ് മെട്രിക്സിൽ 0-4 എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എലമെൻറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള എലമെൻറ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 0-4ൽ 3 എന്ന് പറയുന്ന എലമെൻറ്റ് തന്നെ വരും. അടുത്തത് 1-3 പൊസിഷനുള്ള എലമെൻ്റ് ആണ് 4. സെക്കൻഡ് മെട്രിക്സിൽ 1-3 എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല. അപ്പോൾ ആ എലമെൻറ്റ് അതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കാം. അടുത്ത പൊസിഷൻ 2-1 ആണ്. 2-1ലുള്ള എലമെൻ്റ് ആണ് 7. സെക്കൻഡ് മെട്രിക്സിൽ നോക്കി 2-1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ലേ, അതിൽ എലമെൻ്റ് ആരാണ്? 4 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 2-1 പൊസിഷനിലുള്ള എലമെൻ്റ് ആര് വരും? 7 + 4 11 വരും. അങ്ങനെ ബാക്കിയുള്ള എലമെൻറ്റ്സും. ഇതാണ് സ്പാർസ് മെട്രിക്സിൻ്റെ അഡീഷൻ. നെക്സ്റ്റ് അതിൻ്റെ അൽഗോരിതാണ്. അത് നമ്മളിപ്പോൾ ചെയ്ത സെയിം സംഭവം വേർഡ്സിൽ എഴുതിയിട്ടുള്ളതാണ് അൽഗോരിതം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത ടോപ്പിക് നമ്മൾ പറയാൻ പോകുന്നത് സ്പാർസ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. നമ്മളൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നോർമലി എങ്ങനെ കണ്ടുപിടിക്കാം? റോയുള്ള ആളെ കോളമാക്കി എഴുതും. അതാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, കോളത്തിൻ്റെ എലമെൻറ്റ്സ് സെക്കൻഡ്. അതായത് ആ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നോക്കി, ഫസ്റ്റ് മെട്രിക്സിൽ ഫസ്റ്റത്തെ റോ നമ്മൾ കൺസിഡർ ചെയ്യില്ല, സെക്കൻഡ് റോയിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 0-0 എന്ന് പറയുന്ന പൊസിഷനിലെ എലമെൻ്റ് ആണ് 15. 0-0 എന്ന് പറഞ്ഞാൽ 0th റോയും 0th കോളമാണ്. അതായത് ആദ്യത്തെ കോളം ഫുള്ള് റോയുടെ നമ്പേഴ്സും രണ്ടാമത്തെ കോളം ഫുൾ എന്താണ്? കോളത്തിൻ്റെ പൊസിഷൻസും ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ് സൈഡിലെ മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളത്തിലുള്ള എലമെൻസിന്, അതായത് കോളത്തിൻ്റെ എലമെൻസിനെ വേണം സോർട്ട് ചെയ്യാൻ. അതാണ് 0 0 1 2 2 3 3 5. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻസിന് എന്ത് ചെയ്യണം? സോർട്ട് ചെയ്ത് തരും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട്. എന്നിട്ടാണ് ആ വാല്യൂസ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം റോയും രണ്ടാമത്തേത് കോളാണ് എഴുതിയിരുന്നത്. ആൻസർ മെട്രിക്സിൽ ആദ്യം നമ്മൾ എഴുതുന്നത് കോളും രണ്ടാമത് എഴുതുന്ന ആളായിരിക്കുന്നത് റോ. അതാണ് സ്പാർസ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. നെക്സ്റ്റ് അതിൻ്റെ അൽഗോരിതമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സ്, ആൻസർ മെട്രിക്സ് ആണ് ബി. അപ്പോൾ എയിലെ വാല്യൂവിനെ ടി എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് സേവ് ചെയ്ത് വെച്ചു. ദെൻ എയുടെ കോളം എന്ന് പറയുന്നത് ബിയുടെ റോ ആയിട്ടും എയുടെ റോ എന്ന് പറയുന്നത് ബിയുടെ കോളായിട്ടും അതിൻ്റെ വാല്യൂ ടി എന്ന് പറയുന്നത് ബിയുടെ വാല്യൂയിലേക്ക് എന്ത് ചെയ്തു? അസൈൻ ചെയ്തു. ദെൻ കണ്ടീഷൻ ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കറണ്ട് വാല്യൂ ബി ഈസ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്യുക. ഒരു ഫോർ ലൂപ്പും ജെ ലൂപ്പും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ അതേ ഒരു കണ്ടീഷൻ ഉണ്ട്, എ ഓഫ് ഐ ഡോട്ട് കോളം ഈക്വൽ ടു ഐ ആണെങ്കിൽ എയുടെ കോളത്തിൻ്റെ വാല്യൂ ബിയുടെ റോയിലേക്കും എയുടെ റോയുടെ വാല്യൂ ബിയുടെ കോളത്തിലേക്കും അതുപോലെ എ ഓഫ് ജെയിലെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ എന്ന് പറയുന്ന പൊസിഷനിലേക്കും എന്ത് ചെയ്യും? അസൈൻ ചെയ്യും. ദെൻ ബിയിൽ എന്ത് ചെയ്യുക? ഇൻക്രിമെൻറ്റ്. അങ്ങനെ എല്ലാ എലമെൻറ്റ്സും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പാർസ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. നെക്സ്റ്റ് അൽഗോരിതം ടു റിവേഴ്സ് എ സ്ട്രിങ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി സ്റ്റാക്ക് പഠിച്ചില്ലേ ക്ലാസ്സിൽ? അപ്പോൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഒരേ സ്ട്രിങ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിനെ പോപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ആ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കിട്ടും. അതായത് ABCD എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് DCBA എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ സ്റ്റാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ട്രിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ എഴുതിയിട്ടുള്ളത് ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ് ഫിക്സിൻ്റെയും ഇൻഫിക്സ്ഡ് പ്രിഫിക്സിൻ്റെയും എക്സ്പ്രഷൻസ് ഓർ അതിൻ്റെ അൽഗോരിതംസ് ആണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്തതാണ്. അതന്നെ തിയറി ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം.